കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിൽ RSS ഗണഗീതം. ഇന്നലെ രാത്രി ഗാനമേളക്കിടെയായിരുന്നു ഗണഗീതം പാടിയത്. തൃശൂരിൽ നിന്നുള്ള ഗാനമേള സംഘമാണ് ഗാനമേളക്കിടയിൽ ഗണഗീതം പാടിയത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. ഗണഗീതം അവതരിപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖല പ്രവർത്തകർ സ്റ്റേജിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു. പരമപവിത്രമാ മണ്ണിൽ എന്ന ഗണഗീതമാണ് പാടിയത്. ഗണഗീതം പകുതിയായപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേജിൽ കയറി തടഞ്ഞു. തുടർന്ന് പാട്ട് പൂർത്തിയാക്കാതെ ഗായകസംഘം പാട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. പാലക്കാട് ജില്ലയിലെ പള്ളിക്കുറുപ്പ് കൊന്നേക്കോടിന് സമീപത്തായിരുന്നു സംഭവം. വാടകയ്ക്ക് നൽകിയിരുന്ന വീട്ടിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത്. ഇവിടെ താമസിച്ചിരുന്ന 2 പേർക്കും ലോറിയുടെ ഡ്രൈവർക്കും മദ്രസയിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. മലപ്പുറവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. സജി ചെറിയാൻ പറഞ്ഞത് ശരിയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അതിനെ എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്റേത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചെറുക്കപ്പെടണം. സജി ചെറിയാൻ പറഞ്ഞതും അതുതന്നെയാണ്. സജി ചെറിയാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ ആളാണെന്നും വളച്ചൊടിച്ച് വാർത്ത വന്നതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് ക്ഷേത്രത്തിൽ വൻ കവർച്ച. വിക്ടോറിയ കോളേജിന് സമീപത്തെ തുറുപ്പാളയം അയോധ്യ ശ്രീരാമപാതുക ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കവർന്നു. ക്ഷേത്രത്തിലുണ്ടായിരുന്ന ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ എന്നിങ്ങനെ 5 പഞ്ചലോക വിഗ്രഹങ്ങളാണ് മോഷണം പോയത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചലോക വിഗ്രഹങ്ങൾക്കൊപ്പം പൂജാ സാമഗ്രികളും മോഷണം പോയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രി സംസാരിക്കവേ മൈക്ക് പണിമുടക്കി. പുനലൂരിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോഴാണ് മൈക്ക് തകരാറിലായത്. ഏരിയ കമ്മിറ്റി ഓഫീസിന് VS അച്യുതാനന്ദന്റെ പേര് നൽകിയത് എല്ലാ അർത്ഥത്തിലും ഔചിത്യപൂർണമായ നടപടിയാണെന്നും VS ഭവന്റെ ഔപചാരിക ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി എന്ന് പറഞ്ഞപ്പോഴാണ് പണി കിട്ടിയത്. മൈക്ക് തകരാറിലായി. പക്ഷേ ഇക്കുറി മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടില്ല. സംസാരിക്കുന്നത് കട്ടാകുന്നതായും മൈക്കുകാരൻ ശ്രദ്ധിക്കണമെന്നും ക്ഷുഭിതനാകാതെ മുഖ്യമന്ത്രി പറഞ്ഞു. മൈക്കുകാരൻ എന്ന് പറഞ്ഞപ്പോൾ മൈക്കില്ല, കാരനേ ഉള്ളൂ എന്ന് ചെറുചിരിയോടെ ഒരു തമാശയും. ഉടൻ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ ആളെത്തി തകരാറുള്ള മൈക്ക് മാറ്റി പുതിയത് ഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയും ചെയ്തു.